നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴ ജില്ലാ ഭരണകേന്ദ്രത്തിൽ പോലീസിന്റെ സുരക്ഷാ പരിശോധന. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയാണ് കളക്ടറേറ്റിൽ പരിശോധന നടത്തിയത്. പത്തനംതിട്ട കളക്ടറേറ്റിലെ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിലും പരിശോധന നടത്തിയത്. 10 വർഷം മുമ്പ് ഹരിപ്പാട് നിന്ന് യുവാവിനെ കാണാതായ സംഭവം. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ വീട്ടിൽ നിന്ന് വിദേശ നിർമ്മിത തോക്കും വെടിയുണ്ടകളും മാരകായുധങ്ങളും കണ്ടെത്തി. കുമാരപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. അന്വേഷണം തുടരുന്നു. റോഡിൽ നിന്നും കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ സംഭവത്തിൽ BJP ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഓട്ടോ ഡ്രൈവറും അറസ്റ്റിൽ. ചങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപി, ഓട്ടോ ഡ്രൈവർ സലീഷ് മോൻ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തെ തുടർന്ന് സുജന്യയെ BJPയിൽ നിന്ന് പുറത്താക്കി. ഐക്യകേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് സ്മരണാഞ്ജലി. EMS ഓർമ്മയായിട്ട് 27 വർഷം. അദ്ദേഹം അവസാനമായി പ്രസംഗിച്ചത് അരൂർ മണ്ഡലത്തിലെ തുറവൂർ. ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ചേർത്തലയിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് മാർച്ച് 28-ന് പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണ തിരുനാൾ ആചരണം ഭക്തിസാന്ദ്രം. തിരുനാൾ ആചരണത്തിന്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നേർച്ച സദ്യ വിതരണവും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലാ ഭരണകേന്ദ്രത്തിൽ പോലീസിന്റെ സുരക്ഷാ പരിശോധന. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയാണ് കളക്ടറേറ്റിൽ പരിശോധന നടത്തിയത്. പത്തനംതിട്ട കളക്ടറേറ്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴ കളക്ടറേറ്റിലും പരിസരത്തും പരിശോധന നടത്തിയത്. പത്തനംതിട്ട കളക്ടറേറ്റിലെ ബോംബ് ഭീഷണിയെ തുടർന്ന് ആലപ്പുഴ ജില്ലാ ഭരണകേന്ദ്രത്തിലും പോലീസിന്റെ സുരക്ഷാ പരിശോധന. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ പരിശോധന നടത്തിയത്. പത്തനംതിട്ട കളക്ടറേറ്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബ് ഭീഷണിയെ തുടർന്നാണ് ആലപ്പുഴ കളക്ടറേറ്റിലും പോലീസ് സുരക്ഷാ പരിശോധന നടത്തിയത്. സൗത്ത് CIയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ കളക്ടറേറ്റിൽ പരിശോധന നടത്തി. മാലിന്യ സംസ്കരണ കേന്ദ്രം, ചവർകൂന, കെട്ടിടത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. രാവിലെ 11:30 ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പൂർത്തിയായത്. ടൈം ന്യൂസ്, ആലപ്പുഴ. 10 വർഷം മുമ്പ് ഹരിപ്പാട് നിന്ന് യുവാവിനെ കാണാതായ സംഭവം. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ വീട്ടിൽ നിന്നും വിദേശ നിർമ്മിത തോക്കും വെടിയുണ്ടകളും മാരകായുധങ്ങളും കണ്ടെടുത്തു. കുമാരപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. 10 വർഷം മുമ്പ് കാണാതായ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ആയുധങ്ങളും തോക്കുകളും കണ്ടെടുത്തു. ഹരിപ്പാട് നിന്ന് 10 വർഷം മുമ്പ് യുവാവിനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന അയാളുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിദേശ നിർമ്മിത തോക്കും വെടിയുണ്ടകളും മാരകായുധങ്ങളും കണ്ടെടുത്തത്. കാണാതായ താമല്ലാക്കൽ പുത്തൻവീട്ടിൽ രാകേഷ് 25-നെ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തെന്ന അമ്മയുടെ പരാതിയെ തുടർന്നാണ് കുമാരപുരം പൊത്തപ്പള്ളി വടക്ക് കായൽവാരത്ത് കിഷോർ 41-ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും തോക്കുകളും കണ്ടെടുത്തത്. ഇയാൾ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അടുക്കളയിൽ പ്രഷർ കുക്കറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് US നിർമ്മിത തോക്കും വെടിയുണ്ടകളും കണ്ടെടുത്തത്. വിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന 2 വാളും മഴുവും സ്റ്റീൽ പൈപ്പുകളും കണ്ടെടുത്തു. തോക്ക് ലോഡ് ചെയ്ത നിലയിലായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഗുണ്ടകൾ തമ്മിൽ കുടിപ്പകയിൽ കിഷോർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായി വിവരം പോലീസിന് ലഭിച്ചിരുന്നു. 2017-ൽ കിഷോറിനെ നാടൻ തോക്കുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 1 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇയാൾക്ക് തോക്ക് കൈകാര്യം ചെയ്യാനും അറിയാമെന്ന് പോലീസ് പറയുന്നു. വിദേശ നിർമ്മിത തോക്ക് കിഷോറിന് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിശോധന നടത്തുന്ന സമയത്ത് കിഷോർ വീട്ടിലുണ്ടായിരുന്നില്ല. മാരകായുധവും ലൈസൻസും ഇല്ലാതെ തോക്കും കൈവശം സൂക്ഷിച്ചതിന് കിഷോറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് പരിശോധന തുടരുന്നതിനു മുമ്പ് തന്നെ ഇയാളുടെ വീട്ടിലെ CCTV പ്രവർത്തനരഹിതമാക്കിയതിനു ശേഷമാണ് റെയ്ഡ് ആരംഭിച്ചത്. 2 കൊലപാതക ശ്രമം ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കിഷോർ. റോഡിൽ നിന്നും കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്ത കേസിൽ BJP ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഓട്ടോ ഡ്രൈവറും പിടിയിലായി. ചങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപി, ഓട്ടോ ഡ്രൈവർ സലീഷ് മോൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. സംഭവത്തെ തുടർന്ന് സുജന്യ ഗോപിയെ BJPയിൽ നിന്ന് പുറത്താക്കി.
കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സുഹൃത്തും ചേർന്ന് പണം തട്ടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. റോഡിൽ നിന്നും കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഓട്ടോ ഡ്രൈവറും അറസ്റ്റിലായത്. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻവണ്ടൂർ ഡിവിഷനിലെ BJP അംഗവും തിരുവൻവണ്ടൂർ വനവാതുക്കര തോണ്ടപ്പറമ്പിൽ വലിയ ഗോപിലാൽ വീട്ടിൽ സുജന്യ ഗോപി 42, കല്ലിശ്ശേരി വല്യാത്ത് ലക്ഷ്മി നിവാസി സലീഷ് മോൻ 46 എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെ തുടർന്ന് സുജന്യയെ BJP പുറത്താക്കിയിട്ടുണ്ട്. ഇവർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രാജിവെച്ചു. ചെങ്ങന്നൂർ വാഴാൽമംഗലം കണ്ടത്തിൽക്കുഴിയിൽ വിനോദ് എബ്രഹാമിന്റെ നഷ്ടമായ പേഴ്സിൽ നിന്ന് ലഭിച്ച ATM കാർഡ് ഉപയോഗിച്ചാണ് ഇവർ പണം തട്ടിയത്. കഴിഞ്ഞ 14 രാത്രിയാണ് പേഴ്സ് നഷ്ടമായത്. ഇത് ലഭിച്ച സലീഷ് മോൻ വിവരം സുജന്യയെ അറിയിക്കുകയും തുടർന്ന് ഇരുവരും ചേർന്ന് പിറ്റേന്ന് രാവിലെ 6-നും 8-നും ഇടയിൽ ബുധനൂർ പാണ്ടനാട് മാന്നാർ ഭാഗങ്ങളിലെ ATM കൗണ്ടറുകളിൽ സ്കൂട്ടറിലെത്തി പണം പിൻവലിക്കുകയായിരുന്നു. 25,000 രൂപയാണ് ഇവർ പിൻവലിച്ചത്. ATM കാർഡിനൊപ്പം പിൻ നമ്പർ എഴുതി സൂക്ഷിച്ചതിനാൽ പ്രതികൾക്ക് പണം പിൻവലിക്കാൻ സഹായമായത്. തുക പിൻവലിച്ചതായി ഫോണിൽ മെസ്സേജ് ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും വിനോദ് പോലീസിനെ സമീപിക്കുകയായിരുന്നു. ATM കൗണ്ടറുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് അന്വേഷണത്തിന് സഹായമായി. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കല്ലിശ്ശേരി റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ പേഴ്സ് പിന്നീട് കണ്ടെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻവണ്ടൂർ ഡിവിഷൻ അംഗമായിരുന്ന ഭർത്താവിന്റെ മരണത്തെ തുടർന്നാണ് സുജന്യ ഗോപി കഴിഞ്ഞ ഡിസംബറിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചത്. സുജന്യയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയതായി ആലപ്പുഴ തെക്ക് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി അറിയിച്ചു. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരി പണിക്കപ്പറമ്പിൽ രാധാകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവം. രാധാകൃഷ്ണന്റെ മകൻ വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്തി. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണം മകൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ലോക്കപ്പ് പീഡനം ആരോപിച്ചാണ് പരാതി നൽകിയത്. മോഷണം മുതൽ വാങ്ങിയെന്ന കേസിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ സ്വർണ്ണ വ്യാപാരി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിലാണ് ലോക്കപ്പ് പീഡനം ആരോപിച്ച് വ്യാപാരിയുടെ മകൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മണ്ണഞ്ചേരി പൊന്നാട് പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണൻ 63 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന മുറിവുകളും ചതവുകളും കസ്റ്റഡിയിൽ പീഡനമേറ്റതിന് തെളിവാണെന്നും മകൻ ആരോപിച്ചു. പിതാവിന്റെ മരണത്തിന് അന്വേഷണം ആവശ്യപ്പെട്ട് രതീഷ് നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. ഫെബ്രുവരി 6-ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത രാധാകൃഷ്ണൻ പിറ്റേന്ന് വൈകിട്ട് ജുവലറിയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പിനിടയിലാണ് ജീവനൊടുക്കിയതെന്ന് പോലീസ് റിപ്പോർട്ട്. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ ചെന്ന അച്ഛനെ കണ്ടപ്പോൾ പോലീസുകാർ വല്ലാതെ ഉപദ്രവിച്ചെന്നും അദ്ദേഹം മകനോട് പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മകൻ പരാതി നൽകിയത്. രാധാകൃഷ്ണൻ മരിക്കുന്നതിനും 24 മണിക്കൂറിന് മുമ്പാണ് മൃതദേഹത്തിൽ ചതവുകളും മുറിവുകളും സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇതുകൂടെ ഉൾപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിക്കും DGP, MP തുടങ്ങിയവർക്ക് പരാതി നൽകിയത്. ക്രൈംബ്രാഞ്ച് ജുവലറിയിൽ നിന്ന് കണ്ടെടുത്ത 5 രാസപദാർത്ഥങ്ങളുടെ പരിശോധനാ ഫലം വന്നിട്ടില്ല. ഇത് വന്നാൽ കേസിന് പുരോഗതിയുണ്ടാകുമെന്നും പറയപ്പെടുന്നു. വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അടിമുടി മാറ്റത്തിന് ശുപാർശ. ആലപ്പുഴയിൽ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ച ഉരുത്തിരിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പുതിയ മാറ്റങ്ങളുമായി നെഹ്റു ട്രോഫി ബോട്ട് റേസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതുൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിൽ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ തീരുമാനമായത്. വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പുതിയ സാധ്യതകൾ പങ്കുവച്ചു. ഇതനുസരിച്ചാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത്. വള്ളംകളി കാണാൻ ജില്ലയിലെത്തുന്ന സഞ്ചാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വള്ളംകളി മത്സരം നടത്തുവാനുൾപ്പെടെയുള്ള വിവിധ സാധ്യതകളാണ് പരിശോധിക്കുന്നത്. വള്ളംകളി പരിശീലന ക്യാമ്പുകൾ, വള്ളപ്പുരകളും സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ അവസരമൊരുക്കുന്നു. തലേദിവസം സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് പുറമെ പുന്നമട കേന്ദ്രീകരിച്ച് കലാപരിപാടികളും നടത്തും. കേരളീയ ഭക്ഷണവും വിദേശികൾക്കായി തയ്യാറാക്കും. ഇത്തരത്തിൽ വള്ളംകളിയുമായി ബന്ധപ്പെട്ട വിദേശ സഞ്ചാരികളിൽ നിന്നുള്ള വരുമാനം കൂട്ടുവാനുള്ള പദ്ധതികളാണ് ചർച്ചയിൽ വന്നിരിക്കുന്നത്. വിദേശികളെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യാന്തര ടെലിവിഷൻ ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുന്നമടയിലെ ആകർഷിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ടൂർ ഏജൻസികൾക്ക് സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാനായി വള്ളംകളിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിവിധ വീഡിയോകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കും. ഇതിനു പുറമെ പരമാവധി രാജ്യങ്ങളിലേക്ക് വള്ളംകളിയുടെ ദൃശ്യങ്ങൾ എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയിൽ നിന്ന് മാറ്റുവാനും ആലോചന. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യവാരമോ വള്ളംകളി നടത്താനുള്ള സാധ്യതയാണ് പരിഗണിച്ചു വരുന്നത്. വള്ളംകളിയുടെ തീയതിയും നടത്തിപ്പും ചർച്ച ചെയ്യാൻ വീണ്ടും 26-ന് രാവിലെ 11-ന് നെഹ്റു ട്രോഫി ബോട്ട് റേസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഐക്യകേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണാഞ്ജലി. EMS ഓർമ്മയായിട്ട് 27 വർഷം. വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണം. അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ അവസാനമായി പ്രസംഗിച്ചത് അരൂർ മണ്ഡലത്തിലെ തുറവൂരിൽ.
ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം ഒന്ന് സത്യസന്ധതയും മര്യാദയും, രണ്ട് ജനങ്ങളോടുള്ള അടുപ്പം, ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധത, മൂന്ന് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജ്ഞാനം വളർത്തൽ. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് വേണ്ടി പഠിത്തം ഉപേക്ഷിച്ചതുകൊണ്ട് ഞാൻ ഒട്ടും പശ്ചാത്തപിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ കോളേജിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ചു. ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ EMS മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ 1903 ജൂൺ 13 ജനനം. കമ്മ്യൂണിസ്റ്റ് ആചാര്യനും ഐക്യകേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയും. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ തലവനെന്ന നിലയിലും EMS ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. താത്വികാചാര്യൻ, സാമൂഹിക പരിഷ്കർത്താവ് തുടങ്ങിയ നിലകളിൽ പ്രശസ്തനായ EMS ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ പ്രധാനിയാണ്. 1998 മാർച്ച് 19 EMS അന്തരിച്ചത്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ അവസാനമായി പ്രസംഗിച്ചത് അരൂർ മണ്ഡലത്തിലെ തുറവൂരിൽ. CS സുജാതയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സമ്മേളനത്തിൽ EMSൻ്റെ പ്രസംഗം. കാറിൽ നിന്ന് വീൽചെയറിൽ സ്റ്റേജിലേക്ക് എത്തിച്ച EMS 1 മണിക്കൂറോളം ഇവിടെ പ്രസംഗിച്ചു. ബൊഫോഴ്സ് കുംഭകോണം ഉൾപ്പെടെയുള്ള വിഷയമായിരുന്നു പ്രസംഗത്തിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടിയത്. തുറവൂർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ജനങ്ങളും. അന്ന് CPM അരൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് B വിനോദ് EMSൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. VM സുധീരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും CS സുജാത LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഇലക്ഷനായിരുന്നു. തീപാർന്ന മത്സരമാണ്. ജില്ല പിടിക്കാൻ വേണ്ടി K കരുണാകരനുണ്ടാക്കിയ ചാണക്യ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് VM സുധീരൻ വർഷങ്ങൾക്ക് ശേഷം, അത് 96 മത്സരിക്കുന്നത്, വർഷങ്ങൾക്ക് ശേഷം 77 മത്സരിച്ചതിന് ശേഷം 96 പിന്നെ ആലപ്പുഴ പാർലമെൻറ്റ് മത്സരിക്കുന്നത് 96 ഗവൺമെൻറ് മാറി രണ്ടാമത് ഇലക്ഷൻ വന്നപ്പോൾ 98 ഇലക്ഷൻ വന്നു. വീണ്ടും VM സുധീരനായി. ആ ഇലക്ഷനും അതിൻ്റെ സമ്മേളനം, ലാസ്റ്റ് സമ്മേളനം, ഞാൻ ഏരിയ സെക്രട്ടറിയാണ്, ഒരു ഏരിയ സെക്രട്ടറിയാണ്. സമ്മേളനം നടക്കുന്നത്, സമാപന സമ്മേളനം നടക്കുന്നത് തുറവൂർ EMS ഉദ്ഘാടനം. EMS അവിടെ ഉദ്ഘാടനത്തിന് ശേഷം EMS പോയത് തിരുവല്ലയ്ക്കാണ്. അതിനുശേഷമാണ് 98 EMS മരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ രാഷ്ട്രപ്രസംഗം ഇതാണ്. ടൈം ന്യൂസ് ചേർത്തല. ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി സ്ഥാപിച്ച ചേർത്തലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് മാർച്ച് 28 പ്രവർത്തനം ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും. ചേർത്തല ആനതറ വെളിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഈ മാസം 28 നടക്കും. വൈകിട്ട് 5 മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് അധ്യക്ഷത വഹിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ചേർത്തല ആനതറ വെളിയിൽ നിർമ്മിക്കുന്ന പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയിലെ ശുചിമുറി മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. 7.33 കോടി രൂപ ചെലവിലാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ദിവസേന 2.50 ലക്ഷം ലിറ്റർ വരെ ശുചിമുറി മാലിന്യം ഇതുവഴി ഇവിടെ സംസ്കരിക്കും. മുംബൈ ആസ്ഥാനമായ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 10 വർഷത്തിലേക്കാണ് തുടർ പരിപാലനത്തിനുള്ള കരാറും കമ്പനിയുമായി നഗരസഭ ഒപ്പുവച്ചിട്ടുള്ളത്. നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലെയും ശുചിമുറി മാലിന്യ സംസ്കരണം ലക്ഷ്യം വെച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചത്. പ്ലാന്റ് പ്രവർത്തനക്ഷമമായതിനു ശേഷം ശുദ്ധീകരിക്കുന്ന ജലം പ്ലാന്റിന്റെ പരിസരത്ത് ഒരുക്കുന്ന ഗ്രീൻ ബെൽറ്റിലെ ചെടികൾക്ക് നനയ്ക്കുന്നതിനും ദേശീയപാത അടക്കമുള്ള ഇടങ്ങളിൽ പൂന്തോട്ടങ്ങൾ നനയ്ക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഹരമാലിന്യം ജൈവവളമാക്കി വിൽക്കാനുള്ള പദ്ധതികളും നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് ശാസ്ത്രീയ സംവിധാനം ഇല്ലാത്തതിനാൽ മുൻപ് ജില്ലയിൽ വലിയ തോതിൽ പ്രകൃതി ജലമലിനീകരണ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആചരണം ഭക്തിസാന്ദ്രം. മരണത്തിരുന്നാൾ ആചരണത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകളും നേർച്ച സദ്യ വിതരണവും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആചരണത്തിൻ്റെ ഭാഗമായി നാടെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നേർച്ച സദ്യ വിതരണവും ഒരുക്കിയിരുന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്തു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ വടക്കേ കപ്പേളയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു.
ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ദിവ്യബലി, കപ്പേളയിലേക്ക് പ്രദക്ഷിണം എന്നിവ നടന്നു. ബുധനാഴ്ച രാവിലെ 10:30-ന് നേർച്ച സദ്യ ആരംഭിച്ചു. മുട്ടമ്പള്ളി വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി ആശീർവാദ കർമ്മം നിർവഹിച്ചു. അങ്ങ് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ ആശീർവദിക്കണമേ. ഇവ ഞങ്ങളുടെ ആധ്യാത്മികവും ശാരീരികമായ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കാരണമാകട്ടെ. അങ്ങയുടെ ദാനങ്ങളെ പ്രതി നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശപ്പടക്കുവാൻ കഴിവില്ലാതെ വലയുന്ന ഞങ്ങളുടെ സഹോദരിൽ അങ്ങ് കനിയണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വിഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഔദാര്യം ഞങ്ങളിൽ ചൊരിയണമേ. ആയിരക്കണക്കിന് വിശ്വാസികളാണ് നേർച്ച സദ്യയിൽ പങ്കെടുത്തത്. വൈകിട്ട് ആഘോഷമായ തിരുനാൾ ദിവ്യബലി ഫാദർ തോമസ് ചില്ലയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് റോജിൻ ചാവലേക്കാട്ട് പ്രസംഗിച്ചു. തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം. ഫാദർ ബോണി കട്ടയ്ക്കകത്തൂട്ട്, ഫാദർ ജോസ് പാലത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ അണിനിരന്നു. സെന്റ് മേരീസ് പുറവന പള്ളിയിൽ എല്ലാ വർഷവും നടത്തിവരുന്ന പിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ നേർച്ച സദ്യ ഇപ്പോൾ ഇന്ന് രാവിലെ വെഞ്ചിരിക്കുകയും അത് ആദ്യത്തെ ഊണ് ഒരു കുടുംബത്തിന് നൽകിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഭക്ഷണത്തിനായിട്ട് ആളുകൾ കുറേയുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കും. അത് ഇന്ന് രാവിലെ ഈ സമയം മുതൽ വൈകുന്നേരം 3:30 വരെ ഇത് ഭക്ഷണം ആളുകൾക്ക് കൊടുക്കും. ഏതാണ്ട് 5000-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. ഈ വർഷം പ്രത്യേകമായിട്ട് ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ വലിയ ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് വലിയ ഉയരത്തിലുള്ളൊരു പന്തൽ സൗകര്യങ്ങളോടുകൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ടൈം ന്യൂസ് ചേർത്തല. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് 88.5 കോടിയുടെ വാർഷിക ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് ആർ ജീവൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. യുവജന ക്ഷേമത്തിനും മാലിന്യ സംസ്കരണത്തിനും ഭവന നിർമ്മാണത്തിനും മുന്തിയ പരിഗണന. ചേർത്തല പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് 88,59,33,684 രൂപ വരവും 88,18,59,584 രൂപ ചിലവും 40,74,100 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ അവതരിപ്പിച്ചു. ജനറൽ പർപ്പസ് ഫണ്ട് നമുക്ക് 2023-24 1,11,04,572 ഇത്തവണ പ്രതീക്ഷിക്കുന്നത് 1,34,83,892. റവന്യൂ വരവുകൾ പ്രതീക്ഷിക്കുന്നത് 2,67,61,000, 26,76,14,412 രൂപയാണ്. ഡെപ്പോസിറ്റ് വരവ് പ്രതീക്ഷിക്കുന്നത് 3,52,000 രൂപയാണ്. അങ്ങനെ ആകെ 28,18,07,304 രൂപയാണ് 2025 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. MGNREGS തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 60,41,26,380 രൂപയാണ്. അങ്ങനെ ആകെ 60,41,26,380 രൂപയാണ് MGNREGSന്റെ വരവടക്കം. നമുക്ക് 88,59,33,684 രൂപ ആകെ വരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ചെലവ് ഇനത്തിൽ പ്രതീക്ഷിക്കുന്നത് 9,76,6,792 രൂപയാണ് നമ്മൾ റവന്യൂ ചെലവുകൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 60,41,00,000 രൂപ ലേബർ ബഡ്ജറ്റ് അംഗീകരിച്ച എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 96.92 ലക്ഷം രൂപ ലൈഫ് മിഷൻ പദ്ധതിയിൽ വകയിരുത്തി. വിദ്യാഭ്യാസം, കലാ, സാംസ്കാരികം എന്നിവയ്ക്ക് 10 ലക്ഷം രൂപയും വനിതാ ശാക്തീകരണത്തിന് 10.75 ലക്ഷം രൂപയും വനിതകൾക്ക് ജിംനേഷ്യം, അടിസ്ഥാന സൗകര്യം ഒരുക്കൽ, ഉപകരണങ്ങൾ വാങ്ങുക എന്നീ പദ്ധതികൾക്കായി 16.50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് മേരി ടെൽഷ്യ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജയപ്രതാപൻ, വിജയകുമാരി, VK സാബു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. മാരാരിക്കുളം കാട്ടൂർ കോർത്തുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. CM ജയ തുളസീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മാരാരിക്കുളം കാട്ടൂർ കോർത്തുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ജയ തുളസീധരൻ്റെ മുഖ്യ കാർമ്മികത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടന്നത്. പുഷ്പാഭിഷേകം, കൊടിയേറ്റ് സദ്യ, ഭക്തിഗാനാഞ്ജലി എന്നിവയും കൊടിയേറ്റിനോട് അനുബന്ധിച്ച് നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ ഗണപതിക്കും ശ്രീനാരായണ ഗുരുദേവനും കലശം, വൈകിട്ട് അഷ്ടനാഗബലി, തളിച്ചുകുട, രാത്രി 7-ന് തെക്കേ ചെരുവാര താലപ്പൊലി, സംഗീത സദസ് എന്നിവയും നടക്കും. വ്യാഴാഴ്ച രാവിലെ 10-ന് കുമ്പംകുളം വഴിപാട്, 10:30-ന് കലശം, വൈകിട്ട് 7-ന് വടക്കേ ചെരുവാര താലപ്പൊലി, കഥാപ്രസംഗം. ക്ഷേത്രോത്സവം 25-ന് സമാപിക്കും.
മുഹമ്മദ് ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠന കേന്ദ്രത്തിൽ ഗുരുദേവ പഠന ശിബിരം സംഘടിപ്പിച്ചു. ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പഠന ശിബിരം സംഘടിപ്പിച്ചത്. മുഹമ്മദ് ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനകളരി ഗുരുദേവ പഠന ശിബിരം സംഘടിപ്പിച്ചു. ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പഠന ശിബിരം സംഘടിപ്പിച്ചത്. ഡോക്ടർ ഷാജി അരവിന്ദ് തന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരത്തിൽ നിന്നൊരു ദീപം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ കഴിച്ച ദീപമാണ് ഇപ്പോഴും ആ സൂക്ഷിച്ചിരിക്കുന്ന ദീപം. ആ ദീപത്തിൻ്റെ പുറകെയാണ് സാറിന് ഒരാശയം തോന്നിയത്, അകത്ത് ഒരു പ്രതിഷ്ഠയും വേണം. ഇങ്ങനെ മാന്നാർ അല്ലേ ഒക്കെ പോയി ആ ദേവിയുടെ സ്വരൂപത്തെ എല്ലാം നമ്മൾ ആ മാളികപ്പുറത്തമ്മ ജന്മമെടുത്ത ജന്മഗൃഹമായിരിക്കുന്ന ചെറുപ്പൻ ഗുരുക്കളുടെ ആ പുത്രിയായിട്ടൊക്കെ ജന്മമെടുത്ത ഈ സ്ഥലത്ത് ഭഗവതിയുടെ ഒരു ഫോട്ടോ അല്ലേ, ഭഗവതിയുടെ രൂപം അല്ലെ, ദുർഗാ ഭഗവതിക്ക് സമാനമായി ശബരിമലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഭഗവതിയുടെ സ്വരൂപം വാങ്ങി അകത്ത് കുടിയിരുത്തൽ പ്രതിഷ്ഠ അഷ്ടബന്ധമായിട്ട് ഉറപ്പിക്കുമ്പോഴാണ് പ്രതിഷ്ഠയാവുക. ഇങ്ങനെ ഒരു ഛായാചിത്രമോ ഓമോ അല്ലെങ്കിൽ അവിടെ നമ്മൾക്ക് കളവങ്കോടത്ത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കണ്ണാടി പ്രതിഷ്ഠ അല്ല, കണ്ണാടിയിൽ ഓം എന്നെഴുതി ഒന്നെന്ന് എഴുതിയിട്ടുള്ള അവിടെ അല്ലേ, അപ്പോൾ അങ്ങനെ എഴുതിയുള്ള പ്രതിഷ്ഠ കഴിക്കുന്നത് പോലെ പ്രതിഷ്ഠകൾ ശൈലേ ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യാച സൈഗതി മനോമയി മണിമയി പ്രതിമ അഷ്ടവിധാസ്മൃത 8 വിധത്തിലെ പ്രതിഷ്ഠ. കളരി പരിരക്ഷകൻ മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. പത്മജ ബാലസുബ്രഹ്മണ്യം, ശ്യാം തുറവൂർ, ബേബി പാപ്പാളി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടറേറ്റ് നേടിയ ഷാജി അരവിന്ദിന് തന്ത്രി ഉപഹാരം നൽകി. തുടർന്ന് ഗുരുദേവ ധർമ്മ പ്രചാരകൻ ബേബി പാപ്പാളി ഗുരുദേവ കിസ് മത്സരം നയിച്ചു. സമൂഹ പ്രാർത്ഥനയും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ ജില്ലാ ഭരണകേന്ദ്രത്തിൽ പോലീസിന്റെ സുരക്ഷാ പരിശോധന. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയാണ് കളക്ടറേറ്റിൽ പരിശോധന നടത്തിയത്. പത്തനംതിട്ട കളക്ടറേറ്റിലെ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിലും പരിശോധന നടത്തിയത്. 10 വർഷം മുമ്പ് ഹരിപ്പാട് നിന്ന് യുവാവിനെ കാണാതായ സംഭവം പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ വീട്ടിൽ നിന്ന് വിദേശ നിർമ്മിത തോക്കും വെടിയുണ്ടകളും മാരകായുധങ്ങളും കണ്ടെത്തി. കുമാരപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. അന്വേഷണം തുടരുന്നു. റോഡിൽ നിന്നും കളഞ്ഞുകെട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ സംഭവത്തിൽ BJP ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഓട്ടോ ഡ്രൈവറും അറസ്റ്റിൽ. ചങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപി, ഓട്ടോ ഡ്രൈവർ സലീഷ് മോൻ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തെ തുടർന്ന് സുജന്യയെ BJPയിൽ നിന്ന് പുറത്താക്കി. ഐക്യകേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് സ്മരണാഞ്ജലി. EMS ഓർമ്മയായിട്ട് 27 വർഷം. അദ്ദേഹം അവസാനമായി പ്രസംഗിച്ചത് അരൂർ മണ്ഡലത്തിലെ തുറവൂർ. ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ചേർത്തലയിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് മാർച്ച് 28-ന് പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണ തിരുനാൾ ആചരണം ഭക്തിസാന്ദ്രം. തിരുനാൾ ആചരണത്തിന്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നേർച്ച സദ്യ വിതരണവും നടത്തും. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.